നമ്മൾ ഇന്നത്തെ വീഡിയോ പരിശോധിക്കുന്നത് നമ്മുടെയൊക്കെ മൊബൈൽ ഫോൺ നമ്മൾ ഇൻ്റർനെറ്റ് റീചാർജ് ചെയ്യാറുണ്ട്. പലപ്പോഴും നമ്മൾ ഇൻ്റർനെറ്റ് റീചാർജ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ആ ഇൻ്റർനെറ്റ് കണക്ട് ചെയ്യാൻ സാധിക്കാത്ത ഒരു പ്രശ്നം വരാറുണ്ട്. ചിലപ്പോൾ നമ്മൾ കസ്റ്റമർ കെയറിലേക്ക് വിളിക്കും, കുറേ സമയം കാത്തിരുന്ന് കസ്റ്റമർ കെയറിൽ കിട്ടി അവരുമായി സംസാരിക്കുമ്പോൾ തൃപ്തികരമായിട്ടൊരു മറുപടിയൊന്നും നമുക്ക് കിട്ടില്ല. കഴിഞ്ഞ ദിവസം എയർടെൽ ഉപയോഗിക്കുന്ന ഒരു സുഹൃത്ത് എന്നെ വിളിച്ചുകൊണ്ട് പറഞ്ഞു, ഞാൻ 24 ഹവേഴ്സിന് വേണ്ടിയിട്ട്, അതായത് 1 ഡേ ഇൻ്റർനെറ്റ് ഞാൻ 49 രൂപ റീചാർജ് ചെയ്തിട്ട് 1 ഡേ ഇൻ്റർനെറ്റ്, അതായത് 24 ഹവേഴ്സിൻ്റെ ഇൻ്റർനെറ്റ് ഞാൻ റീചാർജ് ചെയ്തു. പക്ഷേ അൺലിമിറ്റഡ് ആയിട്ടുള്ള ഈ ഡാറ്റ എനിക്ക് കണക്ട് ചെയ്യാൻ സാധിക്കുന്നില്ല എന്ന് എൻ്റെ സുഹൃത്ത് വിളിച്ച് പറഞ്ഞപ്പോഴാണ് ഈ മൊബൈൽ കമ്പനിയുടെ കൊള്ളയെക്കുറിച്ച് ഒരു വീഡിയോ ചെയ്യണമെന്ന് ഞാൻ മനസ്സിലാക്കിയത്. കുറേ ആളുകൾ അതിനെക്കുറിച്ച് അറിയില്ല, കുറേ ആളുകൾക്ക് അതിന് അബദ്ധം സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ എന്താണെന്ന് ഞാൻ കാണിച്ചുതരാം. തീർച്ചയായിട്ടും നിങ്ങളൊക്കെ മൊബൈൽ റീചാർജ് ചെയ്യുന്ന ആളുകളാണ്, ഈ കാര്യം പ്രത്യേകം മനസ്സിലാക്കി വെക്കുക. വീഡിയോ മുഴുവനായിട്ട് കാണാൻ നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാം. കാരണം ഇത് നിങ്ങൾക്കല്ലെങ്കിൽ മറ്റൊരാൾക്ക് ഒരു അബദ്ധം സംഭവിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ എയർടെൽ നെറ്റ്വർക്ക്, ഇപ്പം എല്ലാ നെറ്റ്വർക്കിലും അങ്ങനെ തന്നെയാണ്. എയർടെലിനെ പ്രത്യേകം എടുത്തു പറയാൻ കാരണം കഴിഞ്ഞ ദിവസം എൻ്റെ സുഹൃത്ത് വിളിച്ച് പറഞ്ഞ എയർടെൽ നെറ്റ്വർക്കുമായി ബന്ധപ്പെട്ട ഇഷ്യൂ ആയതുകൊണ്ടാണ് എയർടെലിനെ പ്രത്യേകം പറയുന്നത്. എയർടെൽ 49 രൂപ റീചാർജ് ചെയ്താൽ നമുക്ക് 1 ഡേ അൺലിമിറ്റഡ് ആയിട്ട് ഇൻ്റർനെറ്റ് ഉപയോഗിക്കാനുള്ളൊരു പ്ലാനുണ്ട്. അത് എല്ലാ നെറ്റ്വർക്കിനും ഓരോ റീചാർജിലൂടെ നമുക്ക് 1 ഡേ ഇൻ്റർനെറ്റ്, പ്രത്യേകിച്ച് നമുക്ക് അത്യാവശ്യ ഘട്ടത്തിലൊക്കെ ഒരു 1 ഡേ 24 ഹവേഴ്സിന് വേണ്ടിയിട്ട് ഇൻ്റർനെറ്റ് ഉപയോഗിക്കാൻ സാധിക്കും. സുഹൃത്ത് അങ്ങനെ 24 ഹവേഴ്സിന് വേണ്ടി ഒരു 49 രൂപ റീചാർജ് ചെയ്തുകൊണ്ട് ഒരു അൺലിമിറ്റഡ് പ്ലാൻ റീചാർജ് ചെയ്തു. പക്ഷേ ഇവിടെ സംഭവിച്ചത് അദ്ദേഹത്തിന് ആ ഇൻ്റർനെറ്റ് കണക്ട് ചെയ്യാൻ സാധിച്ചില്ല എന്നാണ്. അതിന് പ്രധാനപ്പെട്ട കാരണം ആ സുഹൃത്ത് ആ ഒരു 49 രൂപയുടെ പ്ലാൻ റീചാർജ് ചെയ്തത് രാത്രി 11:30ക്കാണ്. രാത്രി 11:30ക്ക് റീചാർജ് ചെയ്ത ആ ഒരു പ്ലാൻ രാത്രി 12 മണിയായപ്പോഴത്തേക്കും, അതായത് ആ ഇൻ്റർനെറ്റ് റീചാർജ് ചെയ്ത് അദ്ദേഹം ഉപയോഗിക്കുന്നതിന് മുന്നേ ആ ഇൻ്റർനെറ്റ് തീർന്നുപോയി. അദ്ദേഹം എന്നെ വിളിച്ച് ഈ കാര്യം സംസാരിച്ചപ്പോഴാണ് ഞാൻ നേരത്തെ ഇതിനെക്കുറിച്ച് മനസ്സിലാക്കിയതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് അദ്ദേഹത്തിന് മറുപടി കൊടുക്കാൻ സാധിച്ചു. നിങ്ങളും ഇത്തരത്തിൽ അബദ്ധം സംഭവിച്ചിട്ടുണ്ടാവും. ഇത് സംഭവിക്കുന്നത് ഒരിക്കലും ആ ഒരു പ്ലാൻ 24 ഹവേഴ്സ് എന്ന രീതിയിലല്ല അവർ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. തീർച്ചയായിട്ടും പല ആളുകളും അങ്ങനെ തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. 24 ഹവേഴ്സിന് വേണ്ടിയിട്ടാണ് ഒരു 1 ഡേ അൺലിമിറ്റഡ് ഡാറ്റ പ്ലാൻ നമുക്ക് നൽകുന്നതെന്നാണ്. അങ്ങനെയല്ല, ഒരു ദിവസത്തേക്കാണ്. ഇപ്പോൾ രാത്രി 11:30ക്ക് ഒരാൾ റീചാർജ് ചെയ്ത് കഴിഞ്ഞാൽ 12 മണിയോടുകൂടി ആ ദിവസം അവസാനിച്ചു. അതായത് 11:30ക്ക് റീചാർജ് ചെയ്താൽ 12 മണിയോടുകൂടി ആ പ്ലാൻ അവസാനിച്ചു എന്നാണ്. 24 ഹവേഴ്സ് എന്നല്ല അവർ അതിനകത്ത് മെൻഷൻ ചെയ്തിരിക്കുന്നത്. 1 ഡേ അൺലിമിറ്റഡ് റീചാർജ് പ്ലാൻ എന്നാണ് 49 രൂപയുടേത്. പല ആളുകൾക്കും അത് അറിയില്ല. അവർ രാത്രി 11:30ക്കൊക്കെ റീചാർജ് ചെയ്യും, എന്നിട്ട് അത്യാവശ്യ ഘട്ടത്തിൽ ഉപയോഗിച്ച് തുടങ്ങുമ്പോൾ 12 മണിയാവുന്നതോടുകൂടി ആ ഇൻ്റർനെറ്റ് അങ്ങ് അവസാനിക്കും. 1 ഡേ അൺലിമിറ്റഡ് ഡാറ്റ ആയിരിക്കും അവർ റീചാർജ് ചെയ്ത് 49 രൂപയുടെ പ്ലാൻ. പക്ഷേ അവർക്കത് ഉപയോഗിക്കാൻ സാധിക്കില്ല. അപ്പോൾ തീർച്ചയായിട്ടും റീചാർജ് ചെയ്യുന്ന ആളുകളൊക്കെ ശ്രദ്ധിക്കുക. അത് കൃത്യമായിട്ട് അതിനകത്ത് 24 ഹവേഴ്സ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. അല്ലെങ്കിൽ നിങ്ങൾ പ്ലാൻ റീചാർജ് ചെയ്യുമ്പോൾ അതിനകത്ത് മണിക്കൂർ കാണിക്കുന്നുണ്ടോ അല്ലെങ്കിൽ എത്ര സമയം കാണിക്കുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. ഒരു ദിവസം എന്ന് പറഞ്ഞാൽ രാത്രി 12 മണിയായി കഴിഞ്ഞാൽ ആ ദിവസം അവസാനിച്ചു. അപ്പോൾ 49 രൂപയുടെ ഇത്തരത്തിൽ റീചാർജ് ചെയ്യുന്ന ആളുകൾക്ക്, കുറേ ആൾക്ക് ഇത്തരത്തിൽ അബദ്ധം സംഭവിച്ചിട്ടുണ്ടാകും. സംഭവിച്ച ആളുകൾക്ക് കമൻറ്റ് ബോക്സ് അറിയിക്കുക. അപ്പോൾ ഇത് എയർടെലിന് മാത്രമല്ല മറ്റ് നെറ്റ്വർക്കുകളിലൊക്കെ 1 ഡേ റീചാർജ് ആയിട്ട് കാണിക്കുന്നത് 11 മണിക്ക് റീചാർജ് ചെയ്താലും 10 മണിക്ക് റീചാർജ് ചെയ്താലും 9 മണിക്ക് രാത്രി 9 മണിക്ക് റീചാർജ് ചെയ്താലും 12 മണിയാകുന്നതോടുകൂടി ആ ദിവസം അവസാനിച്ചു. അതായത് അയാളുടെ ഇൻ്റർനെറ്റ് ഇപ്പോൾ 11:30ക്ക് റീചാർജ് ചെയ്ത സുഹൃത്തിൻ്റെ ഇൻ്റർനെറ്റ് വെറും അരമണിക്കൂർ മാത്രമേ ഉപയോഗിക്കാൻ സാധിച്ചിട്ടുള്ളൂ. നിങ്ങൾ റീചാർജ് ചെയ്യുന്നുണ്ടെങ്കിൽ ശ്രദ്ധിക്കേണ്ട കാര്യം, രാത്രി 12 മണിക്ക് ശേഷം അത്തരം റീചാർജുകൾ ചെയ്യുക. രാത്രി 12 മണിക്ക് ശേഷം റീചാർജ് ചെയ്താൽ നാളെ രാത്രി 12 മണി വരെ ആ ഇൻ്റർനെറ്റ് നിങ്ങൾക്ക് അൺലിമിറ്റഡ് ആയിട്ട് ഉപയോഗിക്കാൻ സാധിക്കും. രാത്രി 12 മണിക്ക് മുന്നേ നിങ്ങൾ റീചാർജ് ചെയ്ത് കഴിഞ്ഞാൽ രാത്രി 12 മണി ആകുന്നതോടു കൂടി ആ പ്ലാൻ ക്ലോസ് ആകും. അപ്പം അക്കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. തീർച്ചയായിട്ടും അറിഞ്ഞു വെക്കേണ്ട ഒരു ഇൻഫോർമേഷനാണ്. നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുപോലുള്ള വ്യത്യസ്തമായ അറിവുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.